കവടിയാർ ജവഹർ നഗർ വ്യാജാധാരം അന്വേഷണം പ്രഹസനമോ? തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗർ വ്യാജാധാരം നടത്തിയെന്ന കേസ് പല പ്രമുഖരെയും ഒഴിവാക്കി മ്യൂസിയം പോലീസ്. 2014 ആദ്യമായി ഈ വസ്തുവിൽ വ്യാജാധാരം നടത്തിയ ആധാരത്തിൽ സാക്ഷിയായ വ്യക്തിയെ വാദിയാക്കിയും ആദ്യമായി വ്യാജാധാരം ചെയ്ത് തന്റെ പേരിലാക്കിയ ഡോറ അസറിയയെ നാളിതുവരെ പ്രതിയാക്കാത്തതും ഈ ആധാരം രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ അധികാരികളെയോ നാളിതുവരെ പ്രതിയാക്കിയിട്ടില്ല. 2025 ജനുവരി 4-ാം തീയതി രണ്ടാമത്തെ വ്യാജ ആധാരം ഡോറയ്ക്ക് പകരം ആൾമാറാട്ടം നടത്തിയ വ്യക്തിയെയും എഴുതി വാങ്ങിയ മെറിനെയും മാത്രമേ പ്രതിയാക്കിയിട്ടുള്ളൂ. ആ വ്യാജ ആധാരം എഴുതിയ അഡ്വക്കേറ്റിനെയോ സാക്ഷികളെയോ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെയോ നാളിതുവരെ പ്രതിയാക്കിയിട്ടില്ല. ഈ വ്യാജ ആധാരങ്ങളുടെ മുൻകാല ചരിത്രം അന്വേഷിക്കാതെ പല പ്രമുഖരെയും രക്ഷപ്പെടുത്തുവാനുള്ള വ്യഗ്രതയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്ന അന്വേഷണം. വ്യാജരേഖ ചമച്ച് ആധാരമുണ്ടാക്കുന്ന ഭൂമാഫിയ സംഘങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഉന്നത പോലീസ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2014 ഡോറയുടെ പേരിൽ വ്യാജ ആധാരത്തിൽ ഡോറയുടെ അമ്മ ഹെലൻ നസറിയ ഇന്ത്യയിൽ വന്നിരുന്നു. അതോ 2014 മുൻപ് മരണപ്പെട്ടോ? ഇക്കാര്യം കൃത്യമായി അറിയുവാൻ ഞങ്ങൾ രാജ്യാന്തര സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകി. സത്യാവസ്ഥ പുറത്തുവരുന്ന വാർത്തകൾ ഉടനെ. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.